ഇന്ന് നമ്മൾക്ക് ചില ജീവികളും അവയുടെ ഹൃദയവും കണ്ടുവരാം. ആദ്യം തന്നെ നമ്മുടെ തവളച്ചേട്ടൻ തന്നെ ആവട്ടെ. ഇതാണ് തവളയുടെ ഹൃദയം. 3 അറകളാണ് തവളയുടെ ഹൃദയത്തിനുള്ളത്. തവള ഒരു ഉഭയജീവിയാണ്. ഉഭയജീവികൾ അടങ്ങിയിരിക്കുന്ന ക്ലാസ് ആണ് ക്ലാസ് അംഫീബിയ. അടുത്ത് നമ്മുടെ കോഴികളാണ്. ഓ, നിങ്ങൾ ഉദ്ദേശിച്ച കോഴിയല്ല കേട്ടോ, മറ്റേ കോഴി. ഒരു കാലത്ത് നമ്മുടെ മുത്തശ്ശന്മാരെയും മുത്തശ്ശിമാരെയൊക്കെ അതിരാവിലെ വിളിച്ചുണർത്തിക്കൊണ്ടിരുന്ന അവരുടെ ഘടികാരം. കൊക്കരക്കോ കോഴി കൂവി. ഇതാണ് കോഴിയുടെ ഹൃദയം. 4 അറകളാണ് കോഴിയുടെ ഹൃദയത്തിനുള്ളത്. കോഴി ഒരു പക്ഷിയായതിനാൽ പക്ഷികൾ ഉൾപ്പെടുന്ന ക്ലാസ്സായ ഏവ്സിലാണ് കോഴികൾ ഉൾപ്പെടുന്നത്. കൊക്കരക്കൊക്കരക്കോ കൊക്കരക്കൊക്കരക്കൊക്കരക്കോ കൊക്കരക്കൊക്കരക്കോ കൊക്കരക്കൊക്കരക്കൊക്കരക്കോ. ഇനി അടുത്തത് ചിലർ കൂറ എന്നും എന്നാൽ ഇംഗ്ലീഷിൽ കോക്രോച്ച് എന്നും എന്നാൽ ഞങ്ങൾ പാറ്റയെന്നും വിളിക്കുന്ന ആ ജീവിയെ കുറിച്ചാണ്. ഇതാണ് പാറ്റയുടെ ഹൃദയം. 3 അറകളാണ് പാറ്റയുടെ ഹൃദയത്തിലുള്ളത്. ഇനി അടുത്തതായി പറയാൻ പോകുന്നത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ ജീവനെടുത്ത ആ ഒരു ഷഡ്പദത്തിനെ കുറിച്ചാണ്. അതിനാൽ തന്നെയാണ് ഇതിനെ ലോകത്തിലെ ഏറ്റവും മാരകമായ ഷഡ്പദം എന്ന് വിശേഷിപ്പിക്കുന്നത്. ആളെ മനസ്സിലായോ? അത് കൊതുക് എന്ന ഭീകരനാണ്. അതെ, നിങ്ങളിപ്പോൾ ഈ കാണുന്നതാണ് കൊതുകിന്റെ ഹൃദയം. 3 അറകളാണ് കൊതുകിന്റെ ഹൃദയത്തിനുള്ളത്. കൊതുകും മുമ്പ് നിങ്ങൾ കണ്ട പാറ്റയുമൊക്കെ ഫൈലം ആർത്രോപോഡയിൽ വരുന്ന ജീവികളാണ്. ഇനി അടുത്തത് നിങ്ങൾക്ക് ഫോട്ടോയിൽ കണ്ടാൽ പോലും ഭയം തോന്നുന്ന പാമ്പ്. നിങ്ങൾക്ക് ഭയമാണെങ്കിലും നമ്മുടെ വാവാ ചേട്ടന് എന്നും പാമ്പ് ഒരു സുഹൃത്ത് തന്നെയായിരുന്നു. ഇതാണ് പാമ്പിന്റെ ഹൃദയം. 3 അറകളാണ് പാമ്പിന്റെ ഹൃദയത്തിനുള്ളത്. അടുത്തത് മുതല 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 മുതല. ഈ കാണുന്നതാണ് മുതലയുടെ ഹൃദയം. 4 അറകളാണ് മുതലയുടെ ഹൃദയത്തിനുള്ളത്. ഇനി അടുത്തത് മണ്ണിലെ കർഷകരായ മണ്ണിരയെ കുറിച്ച്. അതെ, മണ്ണിര പാമ്പ് പോലെ ഇരിക്കും, പക്ഷെ പാമ്പല്ല. അതാണ് നമ്മുടെ മണ്ണിര. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം പറയട്ടെ, മണ്ണിരക്ക് 5 ഹൃദയമാണുള്ളത്. അടുത്തത് സ്രാവ്. ഇതാണ് സ്രാവിന്റെ ഹൃദയം. 2 അറകളാണ് സ്രാവിന്റെ ഹൃദയത്തിനുള്ളത്. ഇനി അടുത്തത് പറക്കാൻ കഴിവുള്ള ഒരേ ഒരു സസ്തനിയായ ഫ്ലൈയിങ് ഫോക്സ് എന്നും ബാറ്റ് എന്നുമൊക്കെ അറിയപ്പെടുന്ന വവ്വാലിനെ കുറിച്ചാണ്. ഈ കാണുന്നതാണ് വവ്വാലിന്റെ ഹൃദയം. അപ്പോൾ ശരി.